നമസ്കാരം. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ബംഗ്ലാദേശിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വ്യാപക അക്രമങ്ങളിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടു. 55-കാരനായ മൊഹിമു സമാൻ കൊച്ചിയാണ് കൊല്ലപ്പെട്ടത്. കുൽന ജില്ലയിലെ അലിയ മദ്രസ പോളിംഗ് സ്റ്റേഷനിൽ നടന്ന സംഘർഷത്തിലാണ് കൊച്ചി കൊല്ലപ്പെട്ടത്. അലിയ മദ്രസയുടെ പ്രിൻസിപ്പൽ നിയമവിരുദ്ധമായി ജമാഅത്തെ ഇസ്ലാമിക്കു വേണ്ടി വോട്ട് ചോദിച്ചെന്നും ഇതിനെ കൊച്ചി എതിർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലുമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. മറ്റൊരു സംഭവത്തിൽ ഗോപാൽഗഞ്ചിലെ രേഷ്മ ഇന്റർനാഷണൽ സ്കൂൾ പോളിംഗ് കേന്ദ്രത്തിന് സമീപമുണ്ടായ ക്രൂഡ് ബോംബ് സ്ഫോടനത്തിൽ 13 വയസ്സുള്ള പെൺകുട്ടിക്കും 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സെൻസിറ്റീവ് മേഖലകളിൽ കൂടുതൽ സൈനികരെയും സായുധ സേനയും വിന്യസിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിനു ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വോട്ടെടുപ്പാണിത്. വോട്ടെടുപ്പിനൊപ്പം തന്നെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായുള്ള ജൂലൈ നാഷണൽ ചാർട്ടർ ഹിതപരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കാലാവധി നിജപ്പെടുത്തുന്നതിനും പാർലമെന്റിൽ 2 സഭകൾ രൂപീകരിക്കുന്നതിനും ഉൾപ്പെടെയുള്ള നിർണായക മാറ്റങ്ങളാണ് ഈ ചാർട്ടർ വിഭാവനം ചെയ്യുന്നത്. അഴിമതിയില്ലാത്ത രാഷ്ട്രീയം വാഗ്ദാനം ചെയ്ത് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള BNP മുന്നണി തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2024 ഓഗസ്റ്റിലാണ് രാജ്യത്തുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിയിലൂടെ പുറത്താക്കപ്പെട്ടത്. തുടർന്ന് സൈന്യത്തിന്റെ പിന്തുണയോടെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരികയായിരുന്നു. രാജ്യത്തെ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇടക്കാല സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നത്. തുടർന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ അരങ്ങേറി. ഹിന്ദുക്കൾക്ക് നേരെ കൂട്ടക്കൊലയ്ക്കും മറ്റും ആക്രമണങ്ങൾക്കും രാജ്യം പിന്നീട് വേദിയായി. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയതോടെ ബംഗ്ലാദേശ് ഇന്ത്യ വിരുദ്ധ ചേരിയിലേക്ക് മാറുകയും പാകിസ്ഥാനുമായി ചങ്ങാത്തത്തിലാകുകയും ചെയ്തിരുന്നു. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ആക്രമണം അവസാനിപ്പിക്കാൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ഇതോടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിക് നേതൃത്വം നൽകുന്ന മുന്നണിയുമാണ് പ്രധാന മത്സരാർത്ഥികൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.